Good morning and welcome back to our discussion on bills of exchange. Last class നമ്മൾ bills of exchange എന്താണ് അതിൻ്റെ theory and how does it get accounted in the drawers books as well as drawers books നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡ്രോയർ എന്ന് വെച്ചാൽ bills of exchange എപ്പോഴും സാധനങ്ങൾ വിറ്റാണ്, സെല്ലർ ഓഫ് ഗുഡ്സ് ആണ്. ഡ്രോയി എപ്പോഴും ആ ഗുഡ്സ് വാങ്ങിച്ച പർച്ചേസ് ചെയ്ത ആളാണ്. ഇവരുടെ രണ്ടുപേരുടെയും ബുക്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം ബിൽസ് ജനറലി ഗോസ് ത്രൂ certain stages till its maturity time. അപ്പോൾ ആ മെച്ചോറിറ്റി വരെയുള്ള സ്റ്റേജസ് ആണ് നമ്മൾ ജേർണൽ എൻട്രിയുടെ രൂപത്തിൽ പഠിച്ചത്. വൺ ഇസ് ബില്ല് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു മെച്ചോറിറ്റി വരെ, മറ്റൊന്ന് ബാങ്കിലേക്ക് കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നു, അനദർ വൺ ഇസ് ബാങ്കിന് ജസ്റ്റ് സേഫ് കസ്റ്റോഡിയനായി കളക്ഷന് വേണ്ടി മാത്രം കൊടുത്തു വിടുന്നു. പിന്നെ ആ ബില്ല് നമ്മൾ എൻഡോസ് ചെയ്യുന്നു, റിന്യൂവൽ ഓഫ് ബിൽ, റിട്ടയർമെന്റ് ഓഫ് ബിൽ ആൻഡ് ഓൾസോ ഡിസോണറിങ് ബിൽ. ഇങ്ങനെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ എൻട്രീസ് ഇൻ ബോത്ത് ബുക്സ് ആണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു റിക്കലക്ട് ആൻഡ് ഗോ ത്രൂ ദീസ് ജേർണൽ എൻട്രീസ് ആൻഡ് മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദം. ആൻഡ് ടുഡേ, once that is done, we will start taking up problems. First question. Journalize the following transactions in the books of Prakash. First one is received acceptances from Arun 3 lakh at 3 months, Balu 2 lakh at 3 months, Chandru 2 lakh at 2 months, Damodar 1 lakh at 3 months and Ishwar 1 lakh at 3 months. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രകാശിന്റെ ബുക്സിൽ ജേർണൽ എൻട്രീസ് എഴുതാനാണ്. സോ ഓൾവേസ് റിമെമ്പർ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യു ഗിവ് എ heading journal entries in the books of Prakash. ഹെഡിങ്ങിൽ ജേർണൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ledger folio, debit and credit അല്ലെങ്കിൽ amount, which is nothing but let's write it as debit and credit amount. So ഇതാണ് ഒരു ജേർണലിൻ്റെ ബേസിക് ഫോർമാറ്റ്. പക്ഷെ എപ്പോഴും ഈ എല്ലാ കണ്ടന്റ്സും നമുക്ക് ഉണ്ടാകണമെന്നില്ല. അതായത് ഡേറ്റ് കാണണമെന്നില്ല, ലെഡ്ജർ ഫോളിയോ. മോസ്റ്റ്ലി വി മൈറ്റ് ഹാവ് പെർട്ടിക്കുലേഴ്സ്, അതായത് നറേഷ് entry and the amounts. So whenever you get adequate information, date ഉണ്ടെങ്കിൽ ഡേറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് journal entries റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ you can start just writing with the contents of each transaction. ഇവിടെ ഡേറ്റ് ഒന്നും നമ്മളോട് പറയുന്നില്ല. So we are going to skip this date part. Particulars തൊട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ആദ്യത്തെ എൻട്രി, ഓരോ എൻട്രീസും പ്രകാശിന്റെ ബുക്സിലാണ്. അപ്പോൾ അയാൾ നടത്തുന്ന ബിസിനസ്സിൽ അയാൾക്ക് വന്നിട്ടുള്ള ഈ ബിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പല ട്രാൻസാക്ഷൻ ആണ് വൺ ബൈ വൺ സീക്വൻസിൽ തന്നെ എഴുതുക. ബിക്കോസ് ഓരോ ട്രാൻസാക്ഷൻസും ലിങ്ക്ഡ് ടു ദ പ്രീവിയസ് അല്ലെങ്കിൽ ഫസ്റ്റ് സിനാരിയോ ആണ്. സോ റിസീവ്ഡ് ആക്സെപ്റ്റൻസ് ഫ്രം, അതായത് പ്രകാശ് ആക്സെപ്റ്റൻസ് റിസീവ് ചെയ്തു. ആരാണ് നമ്മൾ ഈ തിയറി അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ ആരാണ് ആക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത്? Accepted and signed by customers to seller of goods, which means സെല്ലറിന് ഈ അക്സെപ്റ്റൻസ് സൈൻ ചെയ്ത് കിട്ടിയ ഒരു സിനാരിയോ ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സെല്ലറിന് അങ്ങനെ അക്സെപ്റ്റൻസ് എഴുതി കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്. വിച്ച് മീൻസ് instead of receiving money or check from his customers, he has received a bill of exchange. അപ്പോൾ ക്യാഷ് കിട്ടേണ്ടതിന് പകരം ഒരു ബില്ല് കിട്ടി. അപ്പോൾ ബില്ല് അസറ്റ് ആണോ ലൈബിലിറ്റി ആണോ? ഇറ്റ് ഈസ് ആൻ അസറ്റ്. ആൻഡ് ദാറ്റ് another way of understanding is ഇത് കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഡെറ്റേഴ്സിന്റെ തന്നെ. ഡെറ്റേഴ്സിന് നമുക്ക് എപ്പോഴും ഒരു റിസീവബിൾ ആണ്. സോ this question is talking about a scenario of a bills receivable from his various debtors. So entry will be
ഞാനിപ്പോൾ പെട്ടെന്ന് എഴുതാൻ വേണ്ടി BR എന്ന് എഴുതുകയാണ്. ബട്ട് മേക്ക് ഷുവർ എക്സാമിനൊക്കെ ബിൽസ് റിസീവ്ഡ് തന്നെ എഴുതുക. BR ടോട്ടൽ എമൗണ്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ എഴുതാം, ബിക്കോസ് ഇവിടെ എല്ലാവരുടെ കയ്യിൽ നിന്നും BR ആണ് കളക്ട് ചെയ്തത്. സോ യു ക്യാൻ കമ്പൈൻ ആൻഡ് റെക്കോർഡ് ഇറ്റ് ആസ് എ കോമ്പോസിറ്റ് എൻട്രി. അത് കമ്പൈൻഡ് എൻട്രി. BR അക്കൗണ്ട് ഡെബിറ്റ് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടി. ഇതിൻ്റെ പ്രീ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നടന്ന ട്രാൻസാക്ഷൻ എന്തായിരിക്കും? പ്രകാശ് ഇവർക്ക് എല്ലാവർക്കും ഗുഡ്സ് വിറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്ന് എൻട്രി എന്തായിരിക്കും പ്രകാശ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, അതായത് അരുൺ അക്കൗണ്ട് ഡെബിറ്റ്, ബാലു അക്കൗണ്ട് ഡെബിറ്റ്, ചന്ദ്രു അക്കൗണ്ട് ഡെബിറ്റ്, ദാമോദർ അക്കൗണ്ട് ഡെബിറ്റ്, ഈശ്വർ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അല്ലേ. ഈ സെയിൽ നമ്മുടെ P&Lലേക്ക് പോകും. അരുൺ ബാലു എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത ഡെബിറ്റ് എമൗണ്ട് നമ്മുടെ ഡെറ്റേഴ്സിലേക്കും പോകും. അത് കഴിഞ്ഞാണ് അരുണും ദാമോദറും ഈ ബാലു ഒക്കെ നമുക്ക് ക്യാഷിന് പകരം ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് തരുന്നത്. സോ ഇനി ഡെറ്റേഴ്സ് എൻ്റെ ബുക്കിൽ കാണില്ല, പകരം അവർ തന്ന ഈ ബില്ലായിരിക്കണം ആസെറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. സോ therefore we have debited bills. You have to credit and remove these debtors to Arun, to Balu, to Chandru, to Damodar, to Ishwar. Amount is 3 lakh, Balu 2 lakh. ടൈം പീരീഡ് നോക്കിക്കോളുക, ചിലതൊക്കെ 3 months 2 months ഒക്കെ വരും. അപ്പോൾ എൻട്രിയുടെ സീക്വൻസ് അതനുസരിച്ച് ചേഞ്ച് ആയെന്നിരിക്കും. Chandru 2 lakh, Damodar 1 lakh and 1 lakh. So 2 lakh, 1 lakh and 1 lakh. So the total bills I have received is 9 lakh. Then the narration evidence being acceptances received from debtors Arun, Balu, etc. I am not writing here right now. പക്ഷെ എന്തെങ്കിലും കാൽക്കുലേഷൻ ആണെങ്കിൽ അത് മാത്രം ഞാൻ നറേഷൻ്റെ ഭാഗമായിട്ട് എഴുതും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യു വിൽ ഹാവ് ടു റെക്കോർഡ് നറേഷൻ. മേ ബി ദിസ് അലോൺ നമുക്കൊന്ന് നറേഷൻ ആ ഫോർമാറ്റിൽ എഴുതാം. ബീയിങ് acceptances received from various debtors. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് എമൗണ്ട് ഒക്കെ എഴുതാം. ബട്ട് മേക്ക് ഷുവർ യു റൈറ്റ് അറ്റ്ലീസ്റ്റ് ദ മേജർ കണ്ടന്റ് ഓഫ് ദിസ് ജേർണൽ എൻട്രി ആസ് നറേഷൻ. സോ ഫസ്റ്റ് എൻട്രി കഴിഞ്ഞു. രണ്ടാമത്തേത് ഡിസ്കൗണ്ടഡ് അരുൺ ആൻഡ് ബാലൂസ് അക്സെപ്റ്റൻസസ് വിത്ത് ബാങ്ക് അറ്റ് 18%. അതായത് അരുണിൻ്റെ കയ്യിൽ നിന്നും ബാലുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ BR മാത്രം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു. ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തതിൻ്റെ എൻട്രി നമ്മൾ പഠിച്ച തിയറിയിൽ പോയി നോക്കുക. വെൻ ബിൽ ഇസ് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. ഇവിടെ തുടങ്ങിയപ്പോൾ എഴുതിയില്ല, ബട്ട് സ്റ്റിൽ ലെറ്റ് us try to understand. നമ്മൾ എഴുതിയത് കറക്റ്റാണ്. നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങിയപ്പോൾ ഈ പ്രകാശ് ആരാണെന്ന് നമ്മളൊന്ന് പറഞ്ഞില്ല. ലെറ്റ് us now say that. Who is Prakash? Is he a drawer or drawing? നമ്മൾ പറഞ്ഞു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർ എന്ന് പറയുന്നത് ബില്ല് പ്രിപ്പയർ ചെയ്ത് അയാൾക്ക് കാശ് കിട്ടേണ്ടവർക്കൊക്കെ ബില്ല് കൊണ്ട് കൊടുത്തിട്ട് അക്സെപ്റ്റൻസ് വാങ്ങിക്കുകയാണ്. ഈ പെർട്ടിക്കുലർ സിനാരിയോ പ്രകാശ് ആണ് ബില്ല് പ്രിപ്പയർ ചെയ്ത് അയാൾ പല ഡെറ്റേഴ്സിനും കൊടുക്കുന്നത്. So which means Prakash is the drawer and all other parties are the drawee. അപ്പോൾ നമ്മളോട് എൻട്രി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡ്രോയറിൻ്റെ ബുക്സിലാണ്. So go ahead and check the entries in third column, drawers books. അതിൽ ആദ്യത്തെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് ബിൽസ് റിസീവബിൾ ടു സൺഡ്രി ഡെറ്റേഴ്സ്. നമ്മൾ ഡ്രോയർ ആണെന്ന് പറയാതെ തന്നെ നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്ത് കറക്റ്റാണ്. BR account debit to various parties. If it was asked in Arun's books, entry would have been this, or Balu or Chandru or whoever for that matter. Next journal entry was ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഡ്രോയറിൻ്റെ ബുക്സിൽ നടക്കുന്ന എൻട്രിയാണിത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾക്ക് ഈ ഓരോ ഡെറ്റേഴ്സും അക്സെപ്റ്റൻസ് തന്നിരിക്കുന്നത് പല പീരീഡിലാണ് അല്ലേ.
പല പീരീഡ് എന്ന് വെച്ചാൽ പല ടൈം സ്പാനുള്ള ബിൽസ് ആണ്. അരുൺ തന്നിരിക്കുന്ന 3 മാസത്തെ, ബാലു തന്നിരിക്കുന്നത് 3, ചന്ദ്രു 2, അങ്ങനെ ചേഞ്ചസ് ഉണ്ട് അല്ലേ. പക്ഷെ അതിൻ്റെ അർത്ഥം ആ ബില്ല് 3 മാസം വരെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇന്ന് അരുണിനോടോ അല്ലെങ്കിൽ ബാലുവിനോടൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇതിന് അഗേൻസ്റ്റുള്ള എനിക്ക് ഇതിന് അഗേൻസ്റ്റുള്ള പേയ്മെൻറ്റ് തരാം. പക്ഷേ ആ 3 മാസത്തിന് മുന്നേ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഈ ടൈം പീരീഡിന് മുന്നേ നമ്മൾക്ക് എപ്പോഴെങ്കിലും ക്യാഷിന് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യും. ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് ഈ പൈസ തരുന്നതിന് ബാങ്ക് തരുന്ന ആ സർവീസിന് ബാങ്ക് ഒരു ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും, വിച്ച് വി വിൽ ടേം ഇറ്റ് ആസ് എ ഡിസ്കൗണ്ട്. ആ 3 ലക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ 1000 രൂപയായിരിക്കും ബാങ്ക് എടുക്കുന്നത്, ബാക്കി 2,99,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ആ ക്യാഷിൻ്റെ ആവശ്യം വന്നപ്പോൾ ആ 1000 രൂപ ഫർഗോ ചെയ്യാൻ നമ്മൾ റെഡിയാണ് അല്ലേ. നമ്മളിപ്പോൾ ബാങ്കിൽ പോയി എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ATM-ൽ 5 തവണയിൽ കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് വരും. അതേപോലെ അവർ തരുന്ന ഒരു സർവീസിന് ചാർജ് ആണ്, ബട്ട് ദാറ്റ് ഈസ് ഓക്കെ വിത്ത് us. സോ വെൻ സച്ച് ഡിസ്കൗണ്ടിങ് ഹാപ്പൻസ്, നമ്മുടെ ബാങ്കിലേക്ക് ഡിസ്കൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് തരും. എന്തുകൊണ്ടാണ് ബാങ്ക് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇഫ് ക്യാഷിലാണ് നമ്മൾക്ക് ഈ പേയ്മെൻറ്റ് തരുന്നതെങ്കിൽ അറ്റ് ഡ്യൂ ഡേറ്റ് when bank approaches our debtors, അരുണിനെയും ബാലുവിനെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ അന്ന് അത് ഡിസോണർ ചെയ്താൽ ബാങ്കിന് ക്യാഷ് ആരുടെ കയ്യിൽ നിന്ന് തിരിച്ച് പിന്നെ വാങ്ങിക്കാൻ പറ്റുള്ളൂ? പ്രകാശിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ ചെന്ന ആളുടെ കയ്യിൽ നിന്ന്. ഇനി പ്രകാശിനെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ബാങ്കറിന് ആ 18% അല്ലെ ഡിസ്കൗണ്ട് കുറച്ചിട്ട് തന്ന എമൗണ്ട് പോലും ഒരു ലോസ് ആണ് അല്ലേ. അപ്പോൾ ആ ലോസ് ബാങ്കിന് വരാതിരിക്കാൻ ബാങ്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഈ അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ഡിസോണർ നടന്നു കഴിഞ്ഞാൽ പോലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ബാങ്കേഴ്സ് ആ പൈസ തിരിച്ചെടുക്കും. സോ അൾട്ടിമേറ്റ്ലി വി വിൽ ഓൺലി ബി ഫേസിങ് ദിസ് ലോസ്. ലോസ് ആയിട്ട് നമ്മൾ ആ സമയത്ത് റെക്കോർഡ് ചെയ്താലും വീണ്ടും നമ്മൾ നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. പക്ഷെ ബാങ്ക് ഒരിക്കലും ഈ ലോസ് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സോ therefore when they give us the money, they will deposit it in a bank account. So always discount ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിനെ. ഇനി ആരുടെയൊക്കെ ബില്ലാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തെന്ന് പറഞ്ഞത്? അരുൺ ആൻഡ് ബാലു. അരുൺ ആൻഡ് ബാലുവിൻ്റെ ബില്ലിൻ്റെ ടോട്ടൽ നോക്കുക, 3 ലക്ഷവും 2 ലക്ഷവും. അതായത് 5 ലക്ഷത്തിൻ്റെ ഒരു ബില്ലാണ് നമ്മൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയത്. ഇനി ഇവിടെ നിങ്ങൾ 2 ബിൽസ് റിസീവബിളിനായിട്ട് എഴുതണമെന്നില്ല. യു ക്യാൻ ക്യുമുലേറ്റീവ്ലി റൈറ്റ് 5 lakh. 3 lakh plus 2 lakhs. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു ഡിസ്കൗണ്ട് വാസ് 18%. ടോട്ടൽ ബിൽ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത് 5 ലക്ഷം. ഇനി അതിൽ ഡിസ്കൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. ഡിസ്കൗണ്ട് ചെയ്തത് എന്നാണെന്ന് നമ്മളോട് പറയുന്നില്ല, പക്ഷേ ഈ ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. So since date-wise information is not given, we assume that ഈ ഡിസ്കൗണ്ടിങ്ങും സെയിം ഡേ തന്നെ നടന്നിട്ടുണ്ട്. 18% എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എപ്പോഴും പെർ ആനം ആയിരിക്കും. ബട്ട് നമ്മൾക്ക് ഈ ട്രാൻസാക്ഷൻ ഇസ് ഓൺലി ഫോർ 3 months അല്ലേ. അരുണിൻ്റെ ആണെങ്കിലും 3 മാസത്തെ ബില്ലാണ്, ബാലുവിൻ്റെ ആണെങ്കിലും 3 മാസത്തെ ബില്ലാണ്. സോ അവർ ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുമ്പോഴും ഡിസ്കൗണ്ട് വിൽ ബി 18% ഇയർലി ആണ് അവരുടെ ഡിസ്കൗണ്ട് rate, but it is only for 3 months into 3/12. $22,500. So 22,500 5 lakhിൽ നിന്ന് പോയി ബാക്കി 4,77,500 ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. Second sentence, sent Damodar's acceptance to bank for collection.
അതായത് ഈ രണ്ടാമത്തെ സെന്റൻസ് ഡിസ്കൗണ്ടിങ് അല്ല, മിയർ സേഫ് കസ്റ്റോഡിയൻ ആയിട്ട് ആ ഡ്യൂ ഡേറ്റിൽ കളക്ട് ചെയ്യാൻ ബാങ്കിലേക്ക് നമ്മൾ കൊടുത്തു വിടുന്നതാണ്. അത് മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് വെൻ ബിൽ ഇസ് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. എൻട്രി വിൽ ബി, നമ്മുടെ ബാങ്കിലേക്ക് ഇമ്മീഡിയറ്റ്ലി ഒന്നും വരില്ല, ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് ഈ ഒരു ബാങ്കിലേക്ക് കളക്ഷന് കൊടുത്തു വിടുമ്പോൾ പിന്നെ ബിൽസ് റിസീവബിൾ എൻ്റെ കയ്യിൽ അസറ്റ് ആയിട്ടില്ല, പകരം പുതിയൊരു അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ. ആൻഡ് വെൻ ഡ്യൂ ഡേറ്റിൽ അല്ലെങ്കിൽ മച്ചുവർ ആവുന്ന അന്ന് നമ്മുടെ ഡെറ്റർ ഇത് ഓണർ ചെയ്യുമ്പോൾ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ബിൽ സെൻഡ് ഫോർ കളക്ഷൻ ആയ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. സോ ആരുടെ ബില്ലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ദാമോദറിന്റെ ബില്ലാണ് നമ്മൾ കളക്ഷന് വേണ്ടി അയച്ചിരിക്കുന്നത്. ഇവിടെ പേരൊക്കെ റെലവെന്റ് എമൗണ്ട് കണ്ടുപിടിക്കാനും പിന്നെ നറേഷനിൽ എഴുതാനുമാണ്. ബട്ട് വെൻ യു ആർ റെക്കോർഡിംഗ് ആസ് ജേർണൽ എൻട്രി, ഇവരുടെ പേരൊന്നും ജേർണലിന്റെ ഭാഗമായിട്ട് ഒരിടത്തും വരില്ല, ബിക്കോസ് അവരുടെ പേരിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഡെറ്റർ ബാലൻസസ് ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള BR മാത്രമാണ് ഇതിന്റെ അസറ്റ്. So, നമ്മൾ ദാമോദറിന്റെ acceptance of 1 lakh was sent for collection. Entry will be bills sent for collection, account debit to bills receivable 1 lakh. Next point. Endorsed Chandru's acceptance in favor of Vishwam. അതായത് വിശ്വം എന്ന് പറയുന്ന ഒരാൾക്ക് പ്രകാശ് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അതായത് വിശ്വം മിസ് പ്രകാശിന്റെ ക്രെഡിറ്റർ. ആ ക്രെഡിറ്ററിന്റെ കയ്യിലേക്ക് നമ്മൾ ഈ ബില്ലിനെ എൻഡോസ് ചെയ്തു. എൻഡോസ് ചെയ്യാന്ന് വെച്ചാൽ അയാൾക്കാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ടോണിയാണ് സെല്ലർ ഓഫ് ഗുഡ്സ് അല്ലെ ഡ്രോയർ, കസ്റ്റമർ എ വാസ് ഡ്രോയി. കസ്റ്റമർ എയുടെ കയ്യിൽ നിന്ന് കിട്ടിയ BR അക്സെപ്റ്റഡ് BR ടോണി എന്ത് ചെയ്തു? ടോണി കാശ് കൊടുക്കേണ്ട സാമിന് എൻഡോസ് ചെയ്തു. ആ ഡ്യൂ ഡേറ്റിൽ സാം ആണ് കസ്റ്റമറിന്റെ എയുടെ അടുത്ത് നിന്ന് ഈ പൈസ BRന് അഗൻസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്നത്. സോ സിമിലർ വേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ചന്ദ്രുവിന്റെ അക്സെപ്റ്റൻസ് ആണ് വിശ്വത്തിന് കൊടുത്തത്. ചന്ദ്രുവിന്റെ അക്സെപ്റ്റൻസ് ഇസ് 2 lakh, which means ഈ BR എനിക്കിനി ഒരു BR അല്ല. സോ ടു ക്രെഡിറ്റ് BR 2 lakh and ആർക്കാണ് ഞാനിത് കൊടുത്തത്? എൻ്റെ ക്രെഡിറ്ററിന്. ഇനി അയാൾ എൻ്റെ ക്രെഡിറ്ററും അല്ല, കാരണം ക്യാഷിന് പകരം ഒരു ഇൻസ്ട്രുമെന്റ് ഞാൻ അയാൾക്ക് കൊടുത്തു. ഇനി ആ ഇൻസ്ട്രുമെന്റ് ഓണർ ചെയ്യുന്ന സമയത്ത് ചന്ദ്രു ഇത് പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പേയ്മെന്റ് തരില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് വിശ്വത്തിന് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നത്, കാശ് ചോദിച്ചു. Till that day, he is no longer my creditor because I have already given him or endorsed a bills to him. அடுத்த entry. അടുത്ത sentence. Held back issuer's acceptance in own custody. അരുണിന്റെയും ബാലുവിന്റെയും ഡിസ്കൗണ്ട് ചെയ്തു, ദാമോദറിന്റെ ബാങ്കിന് കളക്ഷന് വേണ്ടി കൊടുത്തുവിട്ടു, ചന്ദ്രുവിന്റെ എൻഡോസ് ചെയ്തു. ഇനി ലാസ്റ്റ് ഉള്ളത് ഈശ്വറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ 1 ലക്ഷത്തിന്റെ BR മാത്രമാണ്. അത് അവർ പറയുന്നത് പ്രകാശ് എന്നെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു ടിൽ ഡ്യൂ ഡേറ്റ്. അങ്ങനെ ടിൽ ഡ്യൂ ഡേറ്റ് വരെ സൂക്ഷിക്കുന്നതിന് എൻട്രി ഒന്നുമില്ല, എന്ന് മാത്രമേ അതിനൊരു എൻട്രി വരുള്ളൂ. ആ ഡ്യൂ ഡേറ്റിൽ ഈശ്വർ അത് അക്സെപ്റ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്തില്ല, അതായത് ഓണർ ചെയ്യോ ഡിസോണർ ചെയ്താൽ മാത്രമാണ് ഒരു എൻട്രി വരാൻ പോകുന്നത്. അതർവൈസ് ദ സെന്റൻസ് ഡസൻ ഹാവ് എനി ജേർണൽ എൻട്രി ഇമ്പാക്ട് ആസ് എ തേർഡ് പോയിന്റ്. ഗേവ് ഹിസ് ഓൺ അക്സെപ്റ്റൻസ് ടു ഗുരു 2 lakh at 3 months, Hari 2 lakh at 2 months and Indra 3 lakh at 2 months. അതായത് പ്രകാശ് gave his own acceptance. പ്രകാശ് വേറെ 3 പേർക്ക് അക്സെപ്റ്റൻസ് കൊടുത്തു. അതായത് ഈ പറയുന്ന പോയിന്റിൽ പ്രകാശാണ് ഈ 3 പേരുടെയും ഡെറ്റർ അല്ലെ. ഈ 3 പേർക്കും പ്രകാശ് ഡെറ്റർ ആണ്. അപ്പൊ പ്രകാശിന് ഈ 3 പേര് ആരായി മാറി?
ക്രെഡിറ്റേഴ്സ് ആണ്. ആൻഡ് ഹീ ഗേവ് ഹിസ് ഓൺ അക്സെപ്റ്റൻസ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട കാശിന് പകരം പ്രകാശ് ഗുരു, ഹരി ആൻഡ് ഇന്ദ്ര ഇതുപോലെ ബില്ല് പ്രിപ്പയർ ചെയ്ത് അയച്ചു കൊടുത്തത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് പ്രകാശ് തിരികെ കൊടുത്തു. ഗുരുവിനും ഹരിക്കും ഇന്ദ്രയ്ക്കും ഈ പെർട്ടിക്കുലർ അക്സെപ്റ്റൻസ് ബിൽസ് റിസീവബിൾ ആണെങ്കിൽ പ്രകാശിന് അപ്പോൾ ഇത് ബിൽസ് പേയബിൾ ആണ്. സോ ഇവിടെ ഈ ഹെഡിങ്ങിൽ ഡ്രോയറിന് നമ്മൾ ഇത്രയും നേരം ഡിസ്കഷന് ഈ ഒരു പോയിന്റ് റെലവെൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ഡ്രോയറിന് മെൻഷൻ ചെയ്തു. ഇനി ഞാനിതൊന്ന് മാറ്റുകയാണ് ബിക്കോസ് ഈ പറഞ്ഞ തേർഡ് പോയിന്റിൽ ഹീ ഈസ് എ ഡ്രോയിങ് അല്ലേ, എന്നാൽ ഡ്രോയിക്കും ഒരു റെക്കോർഡിങ് വരുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ ആൾക്ക് എപ്പോഴും BR മാത്രമാകണമെന്ന് എന്നില്ല, അയാളും പലർക്കും കാശ് കൊടുക്കാൻ കാണും, അവർക്കൊക്കെ അക്സെപ്റ്റൻസ് കൊടുക്കണം. So he can have either BR or B. ഇത്രയും പറഞ്ഞ ആദ്യത്തെ രണ്ട് പോയിന്റിൽ entries were recorded treating him as a drawer. Now the third entry we will have to record considering him as a drawee. അപ്പോൾ അയാൾ അക്സെപ്റ്റൻസ് കൊടുത്തപ്പോൾ അയാളുടെ ക്രെഡിറ്റേഴ്സ് ഒക്കെ ഇല്ലാണ്ടായി, പകരം പുതിയൊരു ലയബിലിറ്റി വന്നു. സോ ഡെബിറ്റ് ഓൾ ക്രെഡിറ്റേഴ്സ്. അയാളുടെ ക്രെഡിറ്റേഴ്സിന്റെ പേര് ഡെബിറ്റ് ചെയ്യണം. ഗുരു 2 lakh, ഹരി 2 lakh and ഇന്ദ്ര 3 lakh. ഡെബിറ്റ് ഗുരു അക്കൗണ്ട്, ഡെബിറ്റ് ഹരി അക്കൗണ്ട്, ഡെബിറ്റ് ഇന്ദ്ര അക്കൗണ്ട്, ഡെബിറ്റ് 2 lakh and 3 lakh to bills payable. 7 lakh. Next entry. Next, Balu and Chandru's bills. ബാലു ചന്ദ്രുവിൻ്റെ ബില്ല് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ബാലുവിൻ്റെ ബില്ല് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്തത്. ചന്ദ്രുവിൻ്റെ ബില്ല് വിശ്വത്തിന് എൻഡോസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ രണ്ട് ബില്ലും ഓണേർഡ് ഓൺ ഡ്യൂ ഡേറ്റ് എന്നാണ് പറയുന്നത്. സോ നൗ ടെൽ മീ, വിൽ ഇറ്റ് ഹാവ് എനി ഇമ്പാക്ട് ഇൻ ദ ബുക്സ് ഓഫ് പ്രകാശ്? ബാലുവിൻ്റെ ബില്ല് പ്രകാശ് ഓൾറെഡി ബാങ്കിന് ഡിസ്കൗണ്ട് ചെയ്യാൻ കൊടുത്തിട്ട് ബാങ്കിലേക്ക് എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിനി അക്സെപ്റ്റ് ചെയ്യാൻ, ഓണർ ചെയ്യാൻ ബാലുവിന് കൊണ്ടു കൊടുക്കുന്നത് ആരാണ്? ബാങ്കറാണ്. അപ്പം അന്ന് ബാലു അത് ഓണർ ചെയ്താൽ ബാങ്കിനാണ് ആ പൈസ കിട്ടുന്നത്. വിൽ ഇറ്റ് എഫക്ട് പ്രകാശ്? നോ. ആ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പൈസ ഓൾറെഡി പ്രകാശിന് കിട്ടിക്കഴിഞ്ഞു. സോ ഫോർ ദിസ് ബാലൂസ് ബിൽസ് honored on due date, I don't have any entry. ഇനി ചന്ദ്രുവിൻ്റെ ബില്ല് എടുക്കാം. ചന്ദ്രുവിൻ്റെ ബില്ല് നമ്മൾ എൻഡോസ് ചെയ്യുകയാണ് ചെയ്തത് വിശ്വത്തിന് നമ്മൾ എൻഡോസ് ചെയ്തപ്പോൾ നമ്മളുടെ കയ്യിലേക്ക് ഒരു പൈസ വരികയല്ല, നമ്മൾ കൊടുക്കേണ്ട ഒരു ലയബിലിറ്റി നമ്മൾക്ക് കുറഞ്ഞു കിട്ടുവാണ് ചെയ്തത്. അതുകൊണ്ടാണ് വിശ്വത്തിന് ഡെബിറ്റ് ചെയ്തത്. ഇനി ആ ഡ്യൂ ഡേറ്റിൽ വിശ്വം എന്ത് ചെയ്യും? ഈ ബില്ലുമായിട്ട് ചന്ദ്രുവിൻ്റെ അടുത്ത് ചെല്ലും. ചന്ദ്രുവിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് ചോദിച്ചപ്പോൾ ചന്ദ്രു ആ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത് വിശ്വത്തിന് കൊടുത്തു. വിച്ച് മീൻസ് വിശ്വം വുഡ് ഹാവ് റിസീവ് ദാറ്റ് പേയ്മെൻറ്റ്. ആൻഡ് ഫോർ മീ ഇറ്റ് ഡസൻറ്റ് എഫക്ട് മീ എനിമോർ ബിക്കോസ് വിശ്വത്തിന് എൻഡോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലയബിലിറ്റി ഞാൻ കുറയ്ക്കുകയും ചെയ്താണ്. സോ എൻഡോസ് ചെയ്ത ആ ബില്ല് ഓണർ ചെയ്താലും എനിക്ക് പ്രത്യേകിച്ചൊരു എൻട്രിയും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. വിശ്വത്തിൻ്റെ ബുക്സിൽ ആ കിട്ടിയ ബാങ്ക് എമൗണ്ടിന് ഒരു എൻട്രി വരും, പ്രകാശിന് ഒരു എൻട്രിയും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അത് കഴിഞ്ഞത്തെ സെന്റൻസ് നോക്കാം. ദാമോദർസ് അക്സെപ്റ്റൻസ് വാസ് ഡിസോണേർഡ്. ഇത് പോയിന്റ് നമ്പർ 5 അല്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ആൻഡ് ദ ബാങ്ക് റിട്ടേൺഡ് ദ ബിൽ along with 500 rupees noting charges. ഇനി ദാമോദറിന്റെ ബില്ല് നമ്മൾ എന്താണ് ചെയ്തതെന്ന് പോയിന്റ് നമ്പർ 2ലേക്ക് നോക്കാം. വി സെൻഡ് അക്സെപ്റ്റൻസ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. അതായത് ബാങ്കിനെ ജസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു കസ്റ്റോഡിയൻ ആയിട്ട് നമ്മൾ കളക്ഷന് വേണ്ടിയുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഈ BR നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കളക്ഷൻ്റെ അന്ന് വരെ ഹോൾഡ് ചെയ്യും.
എന്നിട്ട് ഡ്യൂ ഡേറ്റിൽ പോയി ദാമോദറിൻ്റെ അടുത്ത് നിന്ന് പൈസ റിക്വസ്റ്റ് ചെയ്യും. ആ ദിവസം ദാമോദർ ഇത് ഡിസോണർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് അടുത്ത പോയിന്റ് അല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂവേഷൻ. ആൻഡ് the bank returned the bill along with 5. അതായത് ബാങ്ക് ദാമോദർ ഈ ബില്ല് ഡിസോണർ ചെയ്തപ്പോൾ ബാങ്കർ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഡിസോണർ നടന്നു കഴിഞ്ഞാൽ അതൊരു നോട്ടറിയുടെ അടുത്ത് പോയി നമ്മൾ എഴുതി വാങ്ങിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഈ ഡെറ്റേഴ്സിന് കള്ളത്തരം പറയാതെ കൈ ഒഴിയാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ ബില്ല് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഡിസോണർ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് കൊണ്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്തേനെ അല്ലേ. അപ്പോൾ ഈ ഡ്രോയറിനല്ല സെല്ലർ ഓഫ് ഗുഡ്സിന് ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട് ഇഫ് ഹി കുഡന്റ് പ്രൂവ് ദാറ്റ് ദിസ് ബിൽ വാസ് ആക്ച്വലി ഡിസോണർഡ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചീറ്റിംഗ് നടക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ്, ഈ ഡിസോണർ ആയി കഴിഞ്ഞാൽ ഉടനെ ഒരു നോട്ടറിയുടെ അടുത്ത് പോയി ഈ ബില്ല് ഡിസോണർ ആയി എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കും. അതിൻ്റെ പ്രോസസ്സിനെയാണ് നോട്ടിംഗ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് ചെയ്തു കൊടുക്കുന്നതിന് നോട്ടറി ഒരു ചാർജ് കളക്ട് ചെയ്യും, വിച്ച് ഇസ് നോൺ ആസ് നോട്ടിംഗ് ചാർജസ്. ഈ നോട്ടിംഗ് ചാർജസ് അത് എഴുതി ഡിസോണർ ആയി എന്ന് പറഞ്ഞ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന നോട്ടറി എടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന ആളായിരിക്കും കൊടുക്കേണ്ടത്. നമ്മൾ തന്നെ ഹോൾഡ് ചെയ്തത് ഡിസോണർ ആയത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പ്രകാശ് തന്നെ ആയിരിക്കും ആ നോട്ടിംഗ് ചാർജ് പേ ചെയ്തിട്ടുണ്ടാവുക. അല്ല, ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പോയതാണെങ്കിലും ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് ആ നോട്ടിംഗ് ചാർജസ് കൊടുത്തിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും. നമ്മളുടെ എന്ന് വെച്ചാൽ ഈ എക്സാമ്പിൾ പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ആ ഒരു സിനാരിയോ ആണ്. ദാമോദറിൻ്റെ അക്സെപ്റ്റ് ഡിസോണറായി, എന്നിട്ട് ബാങ്ക് ആ ബില്ല് അലോങ് വിത്ത് 500 നോട്ടിംഗ് ചാർജ് ആണ് നമ്മൾക്ക് തിരിച്ച് തന്നത്. സോ ദിസ് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ വിൽ നോ ലോങ്ങർ ബി a valid asset. It has to be credited to the extent of 1 lakh. To bills sent for collection 1 lakh. ഇനി ബിൽസ് നമ്മളുടെ കയ്യിൽ നിന്ന് റെഡ്യൂസ് ആയി അല്ലെങ്കിൽ എലിമിനേറ്റ് ആയി, അതിൻ്റെ കൂടെ ഒരു 500 രൂപ നോട്ടിംഗ് ചാർജ് ബാങ്ക് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ്. സോ ലെറ്റ് us write that ആ 500 നമ്മൾ നോട്ടിംഗ് ചാർജ് ആയിട്ട് ബാങ്കിന് പേ ചെയ്യാൻ വേണ്ടി, അതായത് നോട്ടറിക്ക് കൊടുക്കാൻ വേണ്ടി ബാങ്കിലേക്ക് കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ നോട്ടിംഗ് ചാർജിന് വേണ്ടി. സോ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. ആരെ ഡെബിറ്റ് ചെയ്യും? ഇഫ് ദിസ് വാസ് ഓണേർഡ്, ഈ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അഗൻസ്റ്റ് നമ്മൾക്ക് പൈസ കിട്ടിയേനെ. പക്ഷെ ഇത് ഡിസോണറാണ്, അതായത് എനിക്ക് പൈസ തരേണ്ട ദാമോദർ ഡ്യൂ ഡേറ്റ് ആയപ്പോൾ പൈസ തരത്തില്ല എന്ന് പറഞ്ഞു. സോ നൗ I will not let go of him that easily. I will say that now you are liable to pay me again. That means he is my receivable again. Therefore, I will debit him and restore him as my debtor. And at what price? 1 ലക്ഷമാണ് ശരിക്കും അയാൾ തരേണ്ടിയിരുന്നത്. പക്ഷെ അയാൾ ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡിസോണർ ചെയ്തത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ അഡീഷണലി നോട്ടിംഗ് ചാർജ് പോയി. അപ്പം അതും കൂടെ ചേർത്തായിരിക്കും ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. 1,05,00,000 rupees. Next entry. It was found that Damodar had become insolvent and only 30 paise in a rupee is recoverable from his estate towards the bill amount due. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഇൻസോൾവൻസി ഓഫ് ഡ്രോയി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ CMA ഫൗണ്ടേഷനില്ല, പക്ഷെ CA ഫൗണ്ടേഷനും CMA ഇന്റർമീഡിയറ്റിനും ഉണ്ട്. ഇത് ഫെയർലി സിമ്പിൾ ആണ്. സോ CMA ഫൗണ്ടേഷൻകാർ need not worry much. You can learn it also. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ CMA ഇന്റർമീഡിയറ്റിലായിരിക്കണം ഇൻസോൾവൻസി കൂടുതലും വരാൻ സാധ്യത. ഇനി നമ്മൾ ദാമോദറിനെ എന്ത് ചെയ്തു? 1,05,500 രൂപ തരണമെന്ന് പറഞ്ഞ് ഡെറ്റർ ആക്കി. പക്ഷേ
he had become insolvent. അയാൾ ഇൻസോൾവെന്റ് ആയി. ഇനി അയാളുടെ കയ്യിൽ നിന്ന് എത്രമാത്രം നമുക്ക് കിട്ടുള്ളൂ? 30 പൈസ. 1 രൂപയ്ക്ക് 30 പൈസ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. Remaining we will have to write it off as bad debt. So next entry will be, question പറയുന്നത് ദാമോദർ ഇൻസോൾവെന്റ് ആയി. സോ 1 രൂപയ്ക്ക് 30 പൈസ മാത്രമേ അയാൾക്ക് തരാൻ ഇനി പറ്റുകയുള്ളൂ. സോ അയാൾ ടോട്ടൽ തരേണ്ടത് എത്രയാണ്? 1,500,000. സോ അതിൽ 30 പൈസ മാത്രം നമ്മൾക്ക് കിട്ടുകയുള്ളൂ, which is nothing but 30,150. Now we can either say that we have already received it, അപ്പോൾ ബാങ്കിലേക്ക് ഡെബിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ is recoverable from his estate എന്നാണ്. സോ ഇതുവരെ കിട്ടിയില്ലെന്ന് വേണമെങ്കിലും നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം. അതായത് ദാമോദർസ് എസ്റ്റേറ്റ് or recoverable from Damodar's estate എന്നോ Damodar's estate എന്നോ എഴുതാം. അല്ല, റിക്കവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ നറേഷൻ വായിച്ചു കഴിയുമ്പോൾ ബാങ്ക് വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം. Recoverable from Damodar's estate or Damodar's estate, one and the same asset ആയിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തത്. ആ പേരിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി recoverable from എന്ന് എഴുതിയേ ഉള്ളൂ. So remaining amount has to be written off as bad debts. ഇനി നമ്മൾക്കത് അസറ്റ് അല്ല. നമ്മളത് എഴുതി തള്ളിയില്ലെങ്കിൽ ദാമോദർ എന്ന് പറഞ്ഞ ഒരു അസറ്റ് ഡെറ്റേഴ്സിൽ കിടക്കും, വിച്ച് വിൽ ഷോ or incorrect current ratio or asset position when you look at the financials of Prasad. So therefore make sure ഇനി കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ബാഡ് ഡെറ്റ് ആയിട്ട് എഴുതി തള്ളും. അടുത്ത എൻട്രി, അരുൺ retired the bill 1 month before due date. റിട്ടയർമെൻറ്റ് നമ്മൾ പറഞ്ഞു, എക്സസ് ക്യാഷ് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനാരിയോയിൽ നമ്മൾക്ക് കാശ് തരേണ്ട നമ്മുടെ ഡെറ്റേഴ്സ് സമയമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് കൊണ്ട് ആ പേയ്മെൻറ്റ് തരികയാണ്. അങ്ങനെ അവർ നമ്മൾ പറഞ്ഞിരുന്ന സമയത്തിന് മുന്നേ കൊണ്ട് പേയ്മെൻറ്റ് തന്നാൽ നമ്മൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു റിബേറ്റ് കൊടുക്കും, ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് 3 ലക്ഷം തരേണ്ട അടുത്ത് 2,95,000 തന്നാൽ മതി. ബാക്കി 5,000 നിങ്ങൾ തരേണ്ട കാര്യമില്ല, ബിക്കോസ് നിങ്ങൾ നേരത്തെ തന്നത് കാരണം ഐ ക്യാൻ യൂസ് ഇറ്റ് ഓർ ഐ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് മണി റിസീവ്ഡ് 1 month in advance. So ഇവിടെ അരുൺ retired the bill 1 month before due date, the rate of interest being 18% per annum. So ideally speaking, അരുൺ ആ bill of exchange നേരത്തെ തന്നെ നമ്മൾക്ക് തന്നു എന്നാണ് പറയുന്നത്. ഈ എൻട്രിക്ക് ഇമ്പാക്റ്റ് പ്രകാശിന്റെ ബുക്സിൽ എപ്പോഴുണ്ടാകും? when he was holding or if he was holding this bill till maturity അല്ലെങ്കിൽ till the day Arun intended to retire അല്ലേ. പക്ഷേ ഇവിടെ സെക്കൻഡ് പോയിന്റിൽ അരുണിന്റെ ബില്ല് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് കിട്ടി. സോ ഈവൻ ഇഫ് നൗ അരുൺ retires 1 month before due date, does it affect me? No, because I have already received payment from that bill in second point itself. So no entry for first part of point number 6 in the morning day. Next point was Ishwar requested for renewal of bill along with interest at 36% per annum. The new bill BR was honored by Ishwar on the due date. Ishwar renewal request ചെയ്തു. അതായത് നമ്മുടെ ഡ്രോയി നമ്മുടെ ഡെറ്റർ റിന്യൂവൽ റിക്വസ്റ്റ് ചെയ്തു. റിന്യൂവൽ നടക്കുന്ന എപ്പോഴാണ്? ജനറലി ഇവർ ആദ്യമേ അഗ്രി ചെയ്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഇവർക്ക് കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ our debtor can request us to extend or renew this bill for another some more time. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ഒരു ബില്ലാണ് ഈശ്വറിന്റെ. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2 സ്റ്റേജ് ഓഫ് എൻട്രീസ് ഉണ്ട്. ഒന്ന്, പഴയ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ആദ്യമേ ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് പുതിയതിനെ റെക്കോർഡ് ചെയ്യണം. സോ ലെറ്റ് us first record cancellation of old bill of exchange. ഈശ്വറിന്റെ ബില്ല് ഈ എക്സാമ്പിളിൽ പോയിന്റ് നമ്പർ 2 വായിച്ചാൽ അറിയാം. ഹെൽഡ് ബൈ ഈശ്വർസ് ബിൽ ഫോർ അക്സെപ്റ്റൻസ് ഇൻ ഓൺ കസ്റ്റഡി. അതായത് അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്ന ഒരു
ബില്ലാണ്. അതായത് ഈ ഒരു എൻട്രി കഴിഞ്ഞാൽ പിന്നെ ഈശ്വറിൻ്റെ ബില്ല് നമ്മൾ വെറുതെ 3 മാസം ഹോൾഡ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശ്വർ വന്ന് റിന്യൂവലിന് റിക്വസ്റ്റ് ചെയ്യും. സോ വെൻ വി ഹാവ് ടു ക്യാൻസൽ, ബില്ലിനെ ആദ്യമേ BR ആയിട്ടാണ് നമുക്ക് ഇപ്പോൾ അസറ്റ് ഉള്ളത്, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ക്രെഡിറ്റ് BR, amount was 1 lakh. ഡെബിറ്റ്, ഈശ്വരനെ ആദ്യമേ നമ്മൾ വീണ്ടും ഒരു ഡെറ്റർ ആക്കി മാറ്റണം. സോ ഡെബിറ്റ് ഈശ്വർ. ഡെബിറ്റ്. ഇനി ഏത് എമൗണ്ട് അല്ലെങ്കിൽ ഏത് എൻട്രി, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രസ്റ്റ് എന്തെങ്കിലും ചാർജ് ചെയ്യണം. അതായത് ഈ റിന്യൂവൽ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മളൊരു ഇൻട്രസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് വേണം ഇതിനെ ഡെറ്റർ ആക്കാൻ, അല്ലേ? സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബി എമൗണ്ട്, ക്യാൻസൽ ചെയ്ത പഴയ ബിയുടെ എമൗണ്ട് പ്ലസ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്ന അഡീഷണൽ ഇൻട്രസ്റ്റ്. ആ അഡീഷണൽ ഇൻട്രസ്റ്റ് നമ്മൾക്കൊരു ഇൻകം ആണ്, അത് ഡെബിറ്റ് ചെയ്യുന്നത് ഡെറ്റർ അക്കൗണ്ടിലേക്ക്. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് പറയുന്നത്, 36% per annum. പക്ഷെ ഇവിടെ പീരീഡ് പറയുന്നില്ല. വി ആർ അസ്യൂമിങ് ആദ്യത്തെ 3 മാസമായിരുന്നു ബില്ല്, ദെയർഫോർ റിന്യൂ ചെയ്യുന്നതും അനദർ 3 monthsലേക്കായിരിക്കും. വിച്ച് മീൻസ് I can get another income, interest income amount 1 lakh into 36% for 3 months. That is 9,000. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത് ഈ 1 lakh പ്ലസ് 9,000 ചേർന്ന്. ഇതാണ് ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിൽ. ഇതിന് ഞാൻ നറേഷൻ എഴുതുകയാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ. 2 എൻട്രി ഉണ്ട് ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിൽ. രണ്ടാമത് പുതിയ ബിൽ അക്സെപ്റ്റ് ചെയ്തതിന് ഒരു എൻട്രി. അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഇൻട്രസ്റ്റും കൂടെ ചേർക്കാൻ. ഈ ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി നമ്മൾ ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. സോ വി ഹാവ് ടു അസ്യൂം ദാറ്റ് ദിസ് വാസ് added to the bill, new bill, and we would have received amount on due date accordingly. So next entry after this is creation of new bill of exchange. BR account debit 1,09,000 to Ishwar account 1,09,000. This is new bill of exchange accepted. And they say that this was also honored by Ishwar on the due date. Honor ചെയ്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഡ്യൂ ഡേറ്റിൽ എമൗണ്ട് കിട്ടി. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഞാൻ എല്ലാം ബാങ്കിൽ കൂടെ തന്നെ റൂട്ട് ചെയ്യാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് റിസീവബിൾ 1,09,000. സോ ഇവിടെ ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ you could have written the date in date column. അപ്പോൾ സീക്വൻസ് ചിലപ്പോൾ മാറിയെന്നിരിക്കാം. ഈ ബാങ്കിൽ റിസീവ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു എൻട്രി ഒക്കെ വന്നെന്നിരിക്കാം. ഈ ഒരു ക്വസ്റ്റനിൽ ഡേറ്റ് ഒന്നും പറയാത്ത കാരണം പോയിന്റ് ബൈ പോയിന്റ് നമ്മൾ സീക്വൻഷ്യലി എഴുതി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, പെയ്ഡ് ഓൺ അക്സെപ്റ്റൻസ്. നമ്മൾ കുറച്ച് അക്സെപ്റ്റൻസ് കൊടുത്തിരുന്നു. പ്രകാശ് അല്ലേ കൊടുത്തിരുന്ന ആർക്കൊക്കെയാണ്? ഗുരു, ഹരിയൻ, ഇന്ദ്ര. ദീസ് ഇൻ ഫേവർ ഓഫ് ഇന്ദ്ര വേർ paid on due date. Retire ഇന്ദ്രയുടെ ബില്ല് മാത്രം പേ ചെയ്തു on due date. So let us first write that. ഇന്ദ്രയുടെ ബില്ല് എത്ര ഉണ്ടായിരുന്നു? 3 lakh. So bills payable ഇനി എനിക്കൊരു ലയബിലിറ്റി അല്ല. So debit liability 3 lakh to payment has been made. So credit my bank account 3 lakh. So 1 BP is settled. ഇനി 2 ബിൽസ് പേബിളും കൂടെ പെൻഡിങ് ഉണ്ട്. അതിൽ ആദ്യത്തേത് retired Guru's BP half month before due date and requested 3 months extension time from Hari. The rate of interest in both cases being 24%.
ഗുരുവിൻ്റെ BP നമ്മൾ റിട്ടയർ ചെയ്തു എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ ആ ബില്ല് സെറ്റിൽ ചെയ്തു. നമ്മളാണ് സെറ്റിൽ ചെയ്തത്. സോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു റിബേറ്റ് കളക്ട് ചെയ്തു. ഒരു 24% കുറച്ചിട്ട് തന്നാൽ മതി എന്ന് അവർ നമ്മളോട് പറഞ്ഞു. സോ ലെറ്റ് us write that റിട്ടയർമെന്റ് എൻട്രി. നമ്മൾ പേ ആണ് ചെയ്യുന്നത്. സോ BP has to go from my liability. എമൗണ്ട് എത്രയുണ്ടായിരുന്നു എന്ന് നോക്കാം. ഗുരുവിൻ്റെ BP was 2 lakh. സോ 2 lakh വർത്ത് ഉള്ള ഒരു ലൈബിലിറ്റി BP ഇനി എനിക്കില്ല. ഞാൻ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് കൊടുത്തത് നമ്മൾക്കൊരു റിബേറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് മാത്രമാണ് അല്ലേ. ആ റിബേറ്റ് എത്രയുണ്ട്? 24% ആണ് നമ്മൾക്ക് കിട്ടിയ റിബേറ്റ്. ആൻഡ് വി റിട്ടയർഡ് ഹാഫ് മന്ത് ബിഫോർ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഒരു 1/2 മാസത്തെയാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഓർ റിബേറ്റ് ഇൻകം. നമ്മൾക്കിത് ഇൻകം ആണ്. ബിക്കോസ് നമ്മൾ പേ ചെയ്യേണ്ട ലയബിലിറ്റിനേക്കാളും കുറവ് എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. സോ 2 lakh into rebating percentage or interest was 24% and we paid half month in advance. So അത്രയും മാസത്തെയാണ് ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുന്നത്. So 2 lakh into 24 into 0.5 divided by, which means 2000 rupees ആണ് എനിക്ക് കിട്ടിയ റിബേറ്റ്. 2 ലക്ഷത്തിൽ നിന്ന് 2000 കുറച്ചാൽ ബാക്കി 1,98,000 ആണ് ഞാൻ ഗുരുവിന് പേ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ഉണ്ട് this one. We requested 3 months extension time from Hari. നമ്മൾ അക്സെപ്റ്റൻസ് കൊടുത്ത ഹരിക്ക് കൊടുത്ത ബിൽസ് പേയബിൾ നമ്മൾക്ക് സമയത്തിനുള്ളിൽ പേ ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മളിതിനെ റിന്യൂവൽ ചോദിച്ചു. അപ്പോൾ റിന്യൂവലിന് വീണ്ടും ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അക്സെപ്റ്റിംഗ് ന്യൂ. സോ ക്യാൻസലിംഗ് ഓൾഡ് ബിൽ എന്ന് വെച്ചാൽ വീണ്ടും old bill was a liability. So cancel a liability. Amount was 2 lakh. ഇനി നമ്മൾ റിന്യൂവൽ അവരോട് ചോദിച്ചപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 1 ലക്ഷം ഒരു 24% ഇൻട്രസ്റ്റ് ചോദിച്ചു അല്ലേ, ഒരു ചാർജ് ചോദിച്ചു. സോ ദാറ്റ് ഷുഡ് ഗോ ടു ഹരി. ആ ഇൻട്രസ്റ്റ് അഡീഷണലി ഞാൻ കൊടുക്കുന്നതാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് മൈ അഡീഷണൽ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് എത്രയായിരിക്കും? 2 lakh into 24% into 3/12. So which is 12,000. So നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് 2,12,000. This is cancellation of old bill. And along with this, you have to create new bills payable. എങ്ങനെയാണ്? ഇനി ഹരി എൻ്റെ ലൈബിലിറ്റി ആയിരിക്കില്ല. സോ ഡെബിറ്റ് ഹരി അക്കൗണ്ട് ഫോർ 2,12,000 and create a new bills payable for this amount 2,12,000. ഇതാണ് എൻട്രി. ഈ റിന്യൂവലിൻ്റെ കേസിൽ 2 എൻട്രീസിലും ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇൻട്രസ്റ്റ് ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിയുടെ കൂടെയാണ്. ഇനി ഇവിടെ തന്നെ റെക്കോർഡ് ചെയ്യണമെന്നില്ല. ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിയിൽ ജസ്റ്റ് ലാസ്റ്റ് പീരിയഡിലെ ക്യാൻസലേഷൻ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് റെക്കോർഡിംഗ് ക്യാൻ ഹാപ്പൻ ഇൻ ന്യൂ ബി ഓൾസോ. ഈ 2 എൻട്രിയിൽ ഏതെങ്കിലും ഒരു എൻട്രിയിൽ വന്നാൽ മതി. ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഓർ ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബി പി. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. ആദ്യമേ ബി പി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച എൻട്രിയുടെ റിവേഴ്സ് എൻട്രി കൊടുക്കുക, അത്ര മാത്രം. അപ്പോൾ 2 lakh ആണെങ്കിൽ 2 lakh. ദിസ് ഇസ് ക്യാൻസലേഷൻ ഓഫ്
ഓൾഡ് ബി. ഇനി പുതിയ ബി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹരിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഹരി അക്കൗണ്ട് ഡെബിറ്റ്. ഹരിനെ നമുക്കപ്പോൾ എത്ര എമൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഹരിയുടെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള റെസ്റ്റോർ ചെയ്ത എമൗണ്ട് ആയ 2 lakh. എന്നാൽ ഇതിൻ്റെ കൂടെ റിന്യൂ ചെയ്തത് കാരണം നമ്മൾ ഒരു അഡീഷണൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ്. കാൽക്കുലേഷൻ സെയിം തന്നെയാണ്. അതായത് 2 lakhന്റെ 24% ഇൻറ്റു 3/12. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഞാൻ പുതിയ ബിൽസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. 2 BP 2,12,000. സോ ഈ രണ്ട് എൻട്രീസും കണ്ടാൽ മനസ്സിലാവും സെയിം തന്നെയാണ് അൾട്ടിമേറ്റ് എഫക്റ്റ്. പുതിയ ബി പി ക്രിയേറ്റ് ആവുന്നത് 2,12,000. ഈ ഇൻട്രസ്റ്റ് പോർഷൻ ഒന്നെങ്കിൽ ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിയിൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റൻസ് ഗിവനിലോ റെക്കോർഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ഈശ്വറിന്റെ ബിൽസ് റിസീവബിൾ റിന്യൂ ചെയ്ത സമയത്തും നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം ക്യാൻസലേഷൻ എൻട്രിക്ക് പകരം അക്സെപ്റ്റൻസിന്റെ എൻട്രീസിൽ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ബി ആർ ഓർ ബി പി പുതിയത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റോടും കൂടി ചേർന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇത് 2,12,000 വരുന്നത്, ഇവിടെയും 2,12,000. സോ വിച്ച് എവർ വേ യു ആർ കംഫർട്ടബിൾ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഡു ദിസ്. ഇത് രണ്ടും തന്നതിന്റെ കാരണം ഈ ഒരു മോഡൽ മാത്രമല്ല നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾ സജസ്റ്റ് ആൻസർ ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് കണ്ടെന്നിരിക്കും. സോ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. രണ്ടും കറക്റ്റ് ആണ്, നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് രീതിയിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന്. പക്ഷെ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു എൻട്രിയിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. സോ ദിസ് ഈസ് എ വെരി കോംപ്രിഹെൻസീവ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാ ടൈപ്പും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വന്നിട്ടുള്ളതാണ്. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് thoroughly. Question number 2 and 3 is accommodation bill ആണ്. അപ്പോൾ അത് മാത്രം നമ്മൾക്ക് തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് let us first finish question number 4 and 5 and then we will come back to question number 2 and 3. Vijay sold goods to Preetham on 1st September 2016 for 1,06,000. Preetham immediately accepted a 3 months bill. On due date, Preetham requested that the bill be renewed for a fresh period of 2 months. Vijay agrees, provided interest at 9% was paid immediately in cash. To this, Preetham was agreeable. The second bill was met on due date. Give journal entries in the books of Vijay and Preetham. So journal entries in the books of Vijay. ഈ ഒരു എക്സാമ്പിളിൽ വിജയ് സോൾഡ് ഗുഡ്സ് ടു പ്രീതം ആണ്. സോ വിജയ് ഈസ് ദ സെല്ലർ ഓഫ് ഗുഡ്സ് ആൻഡ് പ്രീതം ഈസ് ദ ബയർ ഓഫ് ഗുഡ്സ്. അപ്പോൾ വിജയ് ആണ് ഡ്രോയർ ആൻഡ് പ്രീതം ഈസ് ഡ്രോയർ. ഈ ക്വസ്റ്റ്യനിൽ സെയിൽ ഓഫ് ഗുഡ്സ് തൊട്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. സോ ലെറ്റ് us record journal entries in the books of both Vijay and Preetham from that sale and purchase. ഇവിടെ അവരുടെ ബുക്സിൽ എൻട്രി എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചാപ്റ്റർ ആയത് കാരണം ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് മാത്രമല്ല അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസും വന്നിരിക്കും. സോ ഡ്രോയർ വിജയ് ഈസ് ദ സെല്ലർ ഓഫ് ഗുഡ്സ്. നമ്മൾക്ക് ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്. സോ മേക്ക് ഷുവർ യു റൈറ്റ് ഡേറ്റ് ഇൻ ദ കോളം. September 1st, 2016. Preetham ആണ് എൻ്റെ ഡെറ്റർ അല്ലേ. സോ പ്രീതം അക്കൗണ്ട് ഡെബിറ്റ് to sales 1,06,000. Make sure you write narration. In class right now we are going to skip that part. Preetham immediately accepted a 3 months bill. അതായത് സെയിം ഡേറ്റിൽ തന്നെ പ്രീതം bill of exchange accept ചെയ്തു. അതായത് I have now got a new asset known as bills receivable account debit. The same 1,06,000. 1,06,000 and Preetham is no longer my asset, so I have to credit him 1,06,000. Next entry, on due date, Preetham
requested that the bill be renewed a fresh period of 2 months. On due date, Preetham requested that the bill be renewed. അപ്പോൾ 3 മാസത്തേക്കാണ് അക്സെപ്റ്റൻസ് തന്നതെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ ഡ്യൂ ഡേറ്റ് എഴുതുമ്പോൾ ഓർക്കണം, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ ടൈം ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ടൈം ഇൻസ്ട്രുമെൻ്റ് ആണ്. ടൈം ഇൻസ്ട്രുമെൻറ്റിന് എപ്പോഴും ഇത് +3 days പീരിയഡ്. അത് ക്വസ്റ്റ്യനിൽ പറയില്ല, പക്ഷെ നിങ്ങൾ ഡേറ്റ് എഴുതുമ്പോൾ ആ 3 days പീരീഡും കൂടെ കറക്റ്റായിട്ട് കമ്പ്യൂട്ട് ചെയ്ത് വേണം ഡേറ്റ് എഴുതാൻ. സോ ഈ ഡേറ്റ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ 3 days ഗ്രേസ് പീരീഡ് നിങ്ങൾക്ക് അറിയാവുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. സോ 3 months എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ ആൻഡ് നവംബർ, വിച്ച് മീൻസ് കറക്റ്റ് 3 മാസം എന്ന് പറയുമ്പോൾ ഡിസംബർ 1 ആണ് 3-ാമത്തെ മാസം കറക്റ്റ് തീരുന്നത്. എന്നാൽ അന്നാണോ ഡ്യൂ ഡേറ്റ്? അല്ല, അതിൻ്റെ കൂടെ 1 ഡിസംബറിൻ്റെ കൂടെ ഒരു 3 ദിവസം ഗ്രേസ് പീരീഡും കൂടെ കിട്ടുകയാണ്. സോ 3 ദിവസം എന്ന് വെച്ചാൽ 1st September +3 days, which is 4th September 2016. What did Preetham request? ഒരു another 2 monthsലേക്ക് റിന്യൂവൽ ചെയ്യണമെന്ന് പറഞ്ഞു. റിന്യൂവൽ ചെയ്യാൻ Vijay agreed, പക്ഷേ interest at 9% was to be paid immediately in cash. ഇവിടെ നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ ഇൻട്രസ്റ്റ് റിന്യൂവലിൻ്റെ കേസിൽ 2 എൻട്രീസ്, തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ റിന്യൂവലിന് 2 എൻട്രീസ് വരും. ഒന്ന് ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബിൽ ആൻഡ് ദെൻ റെക്കോർഡിംഗ് ന്യൂ ബിൽ. സോ ഇതിൽ ഏതിന് വേണമെങ്കിലും നമ്മൾക്ക് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്യും. നമുക്ക് ആദ്യമേ ക്യാൻസലേഷൻ ഓഫ് ഓൾഡ് ബില്ല് റെക്കോർഡ് ചെയ്യും. പ്രീതം അക്കൗണ്ട് ഡെബിറ്റ് 1,06,000. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ പുതിയ ബില്ല് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഈ സ്റ്റേജിലാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, റെക്കോർഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പ്രീതം അക്കൗണ്ട് ഡെബിറ്റ് ടു bills receivable 1,06,000. Old bill is cancelled and immediately a new bill has to be recorded. Again, BR account debit. Interest was to be paid immediately in cash എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഇല്ലായിരുന്നെങ്കിൽ പുതിയ BR നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ടിനും കൂടെ ചേർന്നായിരിക്കും. പക്ഷേ ഇവിടെ ക്യാഷ് ആയിട്ട് ഇൻട്രസ്റ്റ് പോർഷൻ മാത്രം കിട്ടണമെന്ന് പറയുന്നത് കാരണം BR will be for old amount of 1,06,000 and the interest portion should now be received by Vijay as cash. എത്രയാണ് കിട്ടേണ്ടത്? 1,06,000 into 9% ആണ് ഇൻട്രസ്റ്റ്. എത്ര മാസത്തേക്കാണ് റിന്യൂ ചെയ്ത് കൊടുത്തത്? 2 മാസത്തേക്ക്. സോ ആ 2 മാസത്തേക്കുള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട്. 1,06,000 into 0.09 divided by 6, which is 1,590. 2. പ്രീതത്തിനെ എലിമിനേറ്റ് ചെയ്യുക ആസ് എൻ ആസെറ്റ് for 1,06,000 and this additionally കിട്ടിയത് എൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് P&L-ലേക്ക് ഇൻഡയറക്റ്റ് ഇൻകം പോലെ റെക്കോർഡ് ചെയ്യും. 1,590. The second bill was met on due date എന്ന്. ഇനി പറയുന്നത് to this Preetham was agreeable. സോ അത് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്തു. പുതിയ ബില്ല് ക്രിയേറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തു. ആൻഡ് സെക്കൻഡ് ബിൽ വാസ് മെറ്റ് ഓൺ ഡ്യൂ ഡേറ്റ്. ഇപ്പോൾ രണ്ടാമത്തെ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നായിരിക്കും? 2 മാസമാണ്. അതായത് January 4, February 4 plus 3 days, which is 7 February 2017. Cash or bank, cash account നമുക്ക് റെക്കോർഡ് ചെയ്യാം. കാരണം തൊട്ട് മുന്നേക്ക് ക്യാഷ് റിസീവ് ചെയ്തെന്ന് പറഞ്ഞത് കാരണം റെക്കോർഡിംഗ് 1,06,000. This is the entry inputs of drawer Mr. Vijay. In similar way, they have asked us to prepare journal entries in the books of Preetham.
ഫസ്റ്റ് എൻട്രി 19 വിജയ്ക്ക് സെയിൽ ആണെങ്കിൽ പ്രീതത്തിന് ഇത് പർച്ചേസ് ആണ്. 1/9/2016 പർച്ചേസിന്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് 1,06,000 and Vijay is my liability or creditor. So credit Vijay. On same day, Preetham gave acceptance. So Preethathinu oru pudhiya liability aanu varunathu, bills payable, which will have a credit balance, and Vijay will no longer be a liability. ആ ലെഡ്ജർ അല്ല ഇനി ലൈബിലിറ്റി. therefore അതിനെ ഡെബിറ്റ് ചെയ്ത് കളയുക. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലൈബിലിറ്റി ബിൽസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യുക. Then next transaction എന്തായിരുന്നു? ഡ്യൂ ഡേറ്റ് ആയപ്പോൾ, അതായത് 4/12 പ്രീതം എന്ത് റിക്വസ്റ്റ് ചെയ്തു? റിന്യൂവൽ റിക്വസ്റ്റ് ചെയ്തു. So on 4/12/2016 പ്രീതം റിന്യൂവൽ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അർത്ഥം ഈ ബിൽസ് പേയബിൾ നമ്മൾ ക്യാൻസൽ ചെയ്യണം. സോ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് 1,06,000 ടു വിജയ് എന്ന് പറയുന്ന ലെഡ്ജർ വീണ്ടും ഞാൻ ക്രെഡിറ്റ് ചെയ്ത് ലൈബിലിറ്റി ആക്കണം. ഇവിടെയും ഞാൻ രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് പുതിയ ബില്ല് റെക്കോർഡ് ചെയ്യുന്നതിലാണ് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. രണ്ടും ഒരേ മോഡലിൽ പ്രസൻറ്റ് ചെയ്യും. സോ നിങ്ങൾ ഇതല്ല ചെയ്തതെങ്കിൽ റെക്കോർഡ് ഇൻട്രസ്റ്റ് പോർഷൻ ഹിയർ, നോ പ്രോബ്ലം. ഓൺ സെയിം ഡേ റെക്കോർഡ് റിന്യൂവൽ ഓഫ് ന്യൂ ബിൽ, അല്ലെ പുതിയ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നത്. വിജയ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക 1,06,000. ഇനി ഇൻട്രസ്റ്റ് എമൗണ്ട് സെയിം തന്നെയല്ലേ? വിജയ് 1,590 കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രീതത്തിന്റെ ബുക്കിൽ അത് കൊടുത്തതാണ്. സോ വിജയുടെ ബുക്സിൽ, പ്രീതത്തിന്റെ ബുക്സിൽ അതൊരു പേയ്മെന്റ് ആണ്. പേയ്മെന്റ് നമ്മൾ ഒന്നെങ്കിൽ ലൈബിലിറ്റിക്ക് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിരിക്കും. സോ ഇവിടെ ഇതൊരു ലൈബിലിറ്റി ഇത്രയും നാളും അല്ലായിരുന്നു, പക്ഷെ പുതിയതായിട്ട് വന്നൊരു എക്സ്പെൻസ് ആണ്. സോ therefore ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് സ്പെസിഫിക്കലി എഴുതണമെന്നില്ല, ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് ഇൻകത്തിന് ഇൻട്രസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഒരു ക്യുമുലേറ്റീവ് ഒരൊറ്റ സിംഗിൾ ലെഡ്ജറേ ഉള്ളെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇൻകം ലെഡ്ജറായിട്ട് ഇൻട്രസ്റ്റ് ഇൻകം, എക്സ്പെൻസ് ലെഡ്ജേഴ്സിന് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യും. സെയിം എമൗണ്ട് 1,590. കമ്പ്യൂട്ടേഷൻ വീണ്ടും എഴുതണമെന്നില്ല, കാരണം തൊട്ട് മുന്നേ എഴുതിയതിനകത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ എഴുതിയതാണ്, കമ്പ്യൂട്ട് ചെയ്താണ്. 2. ന്യൂ ബിൽ ഹാസ് ടു ബി ക്രിയേറ്റഡ് അഗൈൻ ഫോർ പഴയ ബിൽ എമൗണ്ട് തന്നെ. പക്ഷെ ഇൻട്രസ്റ്റ് പോർഷൻ മാത്രം ക്യാഷ് ആയിട്ട് ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്യാഷ് പേയ്മെന്റ്. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടെ ചേർന്നായിരിക്കും പുതിയ ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എൻട്രി വാസ് 2 months കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബില്ല് പ്രീതം അക്സെപ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഓൺ 7/2/2017 BP was settled. My liability തീർന്നു. സോ ഡെബിറ്റ് ചെയ്യണം 1,06,000 and cash went out from my pocket, therefore credit cash. So this is the entire question. Next is question number 5. On 1st January 2016, Vilas draws a bills of exchange for 10,000 due for payment after 3 months on Eknath. Eknath accepts to this bill of exchange. On 4th March 2016, Eknath retires the bill for exchange at a discount of 12% per annum. You are asked to show journal entries in the books of both Eknath and Vilas. നമ്മൾക്ക് ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം. ഇതിനകത്ത് ഡ്രോയർ ഗ്രോയി ആരാണെന്ന് ഫിക്സ് ചെയ്യും. ഇവിടെ സെയിൽ ഓർ പർച്ചേസ് ട്രാൻസാക്ഷൻ പറയുന്നത് നേരെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നതിൻ്റെ കാര്യം പറയുന്നത്. Vilas draws a bill of exchange due for payment on Eknath. ഡ്രോ ചെയ്യുന്നത് ആരാണ്? വിലാസ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ആരാണ് ഡ്രോയർ, ആരാണ് ഡ്രോയർ. വിലാസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഹി ഈസ് ഡ്രോയർ ആൻഡ് Eknath is
drawing. ഇനി അടുത്ത സെന്റൻസ് വായിച്ചാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഏക്നാഥ് accepts to this bill of exchange. അക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് ആരാണ്? ഒരു ട്രാൻസാക്ഷനിലെ കസ്റ്റമർ അല്ലേ, അതായത് ഏക്നാഥ് ആയിരിക്കണം വിലാസിന്റെ ഡെറ്റർ. So the Vilas is drawer of this bill and Eknath is drawee. Drawer എന്ന് വെച്ചാൽ seller of goods and drawee is purchaser of goods, purchase ചെയ്യുന്ന. So journal entries in the books of Vilas, drawerന്റെ ആദ്യം നമുക്ക് record ചെയ്യാം. First entry, sale ഒന്നുമില്ല, so directly bill of exchange creation ആണ്. So 1st Jan 2016 വിലാസിന്റെ ബുക്കിലാണ് നമ്മൾക്ക് BR തരുന്ന ആരാണ്? Eknath. So BR is my new asset, debit that asset and credit Eknath who is no longer my asset. Amount is 10,000. അടുത്തത് എന്താണ്? Eknath accepts. On 4th March Eknath retires the bill. അതായത് നേരത്തെ തന്നെ 3 മാസമാണ് ഈ ബില്ലിന്റെ കാലാവധി. 3 മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഡ്യൂ ഡേറ്റ് എന്താണ് ആവേണ്ടത്? നെക്സ്റ്റ് ഫെബ്രുവരി വരെ ഒരു മാസം, മാർച്ച് വരെ ഒരു മാസം, ഏപ്രിൽ വരെ ഒരു മാസം. സോ ഡ്യൂ ഡേറ്റ് ഷുഡ് ഹാവ് ബീൻ 1/4/2016 ആണോ? പ്ലസ് 3 days. That is 4th April 2016 ആണ് ശരിക്കും എൻ്റെ ഡ്യൂ ഡേറ്റ് ആയിട്ട് ഈ ബില്ലിന് വരുന്നത്. എന്നാൽ എന്ന് അയാൾ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്നത് 4th March, അതായത് ഒരു മാസം കറക്റ്റ് മുന്നേ കൊണ്ട് ഏക്നാഥ് നമ്മൾക്ക് പേയ്മെൻറ്റ് തന്നു. അപ്പോൾ ബില്ല് റിട്ടയർ ചെയ്തു on 4th March. സോ അന്ന് ഈ അസെറ്റ് BR എന്ന് പറയുന്ന അസെറ്റ് ഇനി എനിക്ക് കാണുമോ? ഇല്ല. റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ BR ഹാസ് ടു ബി ക്യാൻസൽ. സോ ക്രെഡിറ്റ് BR 10,000. ടോട്ടൽ BR ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്, അല്ലാതെ പകുതിക്ക് വെച്ചൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ മുഴുവനായിട്ടായിരിക്കും, അല്ല റൈറ്റ് ഓഫ് അല്ലെങ്കിൽ എക്സ്പയർ ആവുകയാണെങ്കിൽ മുഴുവനായിട്ട്. വീണ്ടും അടുത്തൊരു എമൗണ്ടിനാണ്, ഇതിലും കുറഞ്ഞൊരു എമൗണ്ടിന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതെന്തായാലും ക്യാൻസൽ ചെയ്യുന്നത് ഫുൾ എമൗണ്ടിനായിരിക്കണം. എന്നിട്ട് പുതിയൊരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം ന്യൂ എമൗണ്ട്. റിട്ടയർമെൻറ്റ് ആണെങ്കിൽ കൂടി ഒരു ഡിസ്കൗണ്ട് കിട്ടിയാലും ആ ഡിസ്കൗണ്ടിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് നമ്മൾക്ക് കിട്ടുന്ന ക്യാഷിലല്ലേ ബാങ്ക് എമൗണ്ടിലേക്കാണ്. BR അല്ലെങ്കിൽ BP cancellation will happen at the original amount it was recorded. So to BR 10,000. ഇനി ഒരു ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് നമ്മൾക്ക് റിബേറ്റ് അല്ലെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അതെൻ്റെ എക്സ്പെൻസ് ആണ്. എന്തുകൊണ്ടാണ് എക്സ്പെൻസ് ആവുന്നത്? എനിക്ക് കിട്ടേണ്ട എമൗണ്ട് 100 രൂപ കിട്ടേണ്ടടുത്ത് 80 രൂപയെ കിട്ടുള്ളൂ. അതായത് 20 രൂപ ഞാൻ മറ്റെന്തെങ്കിലും വേണ്ടി ചിലവാക്കിയതുപോലെ, അല്ലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസിന് വേണ്ടി 20 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി എൻ്റെ കയ്യിൽ 80 രൂപ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഡിസ്കൗണ്ട് ഓർ റിബേറ്റ് ഈസ് മൈ എക്സ്പെൻസ് വിച്ച് ഹാസ് ടു ബി ഡെബിറ്റ്. ഇനി എമൗണ്ട് എത്രയാണ്? 10,000 ആണ് എൻ്റെ ടോട്ടൽ ബിൽ. എത്രയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടിയത്? 12%. ഇനി എത്ര നാളത്തേക്കായിരിക്കണം ഈ ഡിസ്കൗണ്ടിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്? ഞാൻ കൊടുക്കേണ്ട എമൗണ്ട് അല്ലെ എനിക്ക് കിട്ടേണ്ട എമൗണ്ട് ഏപ്രിൽ 4 പക്ഷെ ഒരു മാസം മുന്നേ എനിക്ക് കിട്ടി. അതായത് 1 month ahead ആണ് എനിക്ക് കിട്ടിയത്. ആ 1 monthന്റെ ബെനിഫിറ്റ് ആണ് ഞാൻ ഡിസ്കൗണ്ട് ആയിട്ട് അവർക്ക് കൊടുക്കും. 100 rupees. സോ 100 rupees റൈറ്റ് ഓഫ് എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്താൽ ബാക്കി ക്യാഷ് ബാങ്ക് ആയിട്ട് കിട്ടുന്നത് എത്രയേ ഉള്ളൂ? 9,009. ഈ 2 എൻട്രീസ് വിലാസിൻ്റെ ബുക്സിലുണ്ട്. ഇനി ഇതേപോലെ we have to prepare journal entries in the books of Eknath, who was none other than the drawee. അല്ലേ? അപ്പോൾ ഡ്രോയിയുടെ ബുക്സിൽ ഇതേ എൻട്രീസിൻ്റെ എഫക്റ്റ്. ട്രാൻസാക്ഷൻ ആദ്യമേ 1/1 തുടങ്ങുന്നത്. അന്ന് ഏക്നാഥ് വിലാസിന് ഒരു അക്സെപ്റ്റൻസ് കൊടുത്തു, അതായത് ഒരു BP സൈൻ ചെയ്ത് കൊടുത്തു. BP സൈൻ ചെയ്ത് കൊടുത്താൽ പുതിയ ലയബിലിറ്റിയായി BP ക്രിയേറ്റ് ആവണം. എന്ത് എലിമിനേറ്റ് ആവും? വിലാസ് എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലയബിലിറ്റി കുറഞ്ഞ്
ലയബിലിറ്റി കുറയും, എന്നിട്ടാണ് പുതിയ BP ലയബിലിറ്റി ക്രിയേറ്റ് ആവുക. സോ ദിസ് ഈസ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി എന്താണ്? ഡ്യൂ ഡേറ്റ് ഏപ്രിൽ 4 പക്ഷേ മാർച്ച് 4 ആയപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കൊടുത്തു. വിച്ച് മീൻസ് ഏജ്നാഥിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോകണം അല്ലേ? സോ ടു ക്യാഷ് ആ ബാങ്ക്. എന്തിന് അഗൻസ്റ്റ് ആണ് ക്യാഷ് പോകുന്നത്? ബിൽസ് പേബിൾ ആയ ലയബിലിറ്റി. സോ അതിനെ ഡെബിറ്റ് ചെയ്ത് ആദ്യമേ ക്ലോസ് ചെയ്യേണ്ടത് 10,000 തന്നെ. ഇനി ബാങ്കിലേക്ക് കൊടുത്തു വിടുന്നത് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് എത്ര രൂപ മാത്രമേ ഉള്ളൂ? നമ്മൾ നേരത്തെ കൊടുത്തത് കാരണം കിട്ടിയ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിബേറ്റും കൂടെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഞാൻ വിലാസിന് കൊടുത്താൽ മതി, which is nothing but 100. So amount I should pay Vilas is only 9,900. So this is the entries in books of both drawer and drawee in case of retirement of bill. ഇവിടെ 3 months എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 2 months എന്നൊക്കെ പറയുമ്പോൾ ഈ ഡ്യൂ ഡേറ്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ എൻട്രീസ് മാത്രമല്ല. സോ if you have to score full marks, you will have to ensure that നമ്മൾ bills of exchange ൽ പഠിച്ച entire concept also gets recorded in the journal entry if it is relevant. So I hope it is clear now. We have completed question number 1, which covers almost all the journal entries that we had discussed in previous class. And 4 and 5 again are retirement and renewal of bill in the reworking ആയിരുന്നു. ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, so that you get thorough with this chapter. CMA ഇന്റർമീഡിയറ്റിന് ഈ ഒരു ജേർണൽസ് അല്ലെങ്കിൽ ഈ ഒരു ബേസ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് വിൽ ബി helpful in many other chapters. ബ്രാഞ്ച് പഠിക്കുകയാണെങ്കിലോ സെൽഫ് ബാലൻസിങ് ലെഡ്ജറിലൊക്കെ നമ്മൾക്ക് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ബേസിക് എൻട്രീസ് അല്ലെ ലെഡ്ജർ പോസ്റ്റിംഗ് വരും. സോ മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓൾസോ thoroughly. ആൻഡ് ഫോർ CA ഫൗണ്ടേഷൻ, CA ഇന്റർമീഡിയറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ പല ചാപ്റ്റേഴ്സിലും ഈ ബേസിക്സ് നമ്മൾ വീണ്ടും കവർ ചെയ്യും. So you will have to understand bills of exchange in the entire journal entry.